മുപ്പത്തിരണ്ടാം ദിവസം രാവിലെ 10 മണി. ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ വാഴുമ്പോ ആടുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത താണ്ടി ജയിക്കാനാരോ. രാവിലെ 11 മണി. മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ, മണി വീക്കിന്റെ 2ാം ദിവസമാണ് ഇന്ന്. ഇന്നിവിടെ 3 പണപ്പെട്ടികളാണ് എത്തിയിരിക്കുന്നത്. അതിൽ നിന്നും ആർക്കെങ്കിലും പണപ്പെട്ടിയെടുത്ത് ബിഗ് ബോസ് സീസൺ 2 ഷോയിനോടും വീടിനോടും വിട പറഞ്ഞ് മത്സരാർത്ഥികളോട് വിട പറഞ്ഞ് പുറത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ആവാം. വീടിന് മുൻവശം 3 പണപ്പെട്ടികൾ എത്തിയിട്ടുണ്ട്. അതിൽ നിന്നും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെട്ടി എടുത്തുകൊണ്ട് ഇവിടെ നിന്നും എന്നേക്കുമായി പുറത്തേക്ക് പോകാം. ഉച്ചയ്ക്ക് 12 മണി. ഹാരി, ഈ പണപ്പെട്ടിയിൽ ഏതെങ്കിലും ഒന്നെടുത്ത് ഞാൻ ഇവിടുന്ന് പോയാലോ? നിനക്ക് എങ്ങനെയുണ്ടാവും ഞാൻ ഇവിടുന്ന് പോയാ? എന്റെ പൊന്നു ബിനി, നീ മണ്ടത്തരം കാണിക്കരുത്. ഇതൊക്കെ ഒരു വഴിയാണ് പുറത്തു പോകാനുള്ളത്. അതും പറഞ്ഞ് നീ എടുത്ത് പുറത്തു പോയാ നീയൊക്കെ ഫിനാലി എത്തുന്നുണ്ട്. എനിക്ക് കുറച്ച് ദിവസം കൂടി നിർത്ത്. എന്തായാലും നാളെയും മറ്റന്നാളായിട്ട് ഈ പണപ്പെട്ടി എടുത്ത് ഹാരി നൊഹാര എന്ന മത്സരാർത്ഥി ഇവിടുന്ന് എന്നേക്കുമായി യാത്ര പറഞ്ഞിരിക്കും. എന്തിനാ നാളേക്ക് മറ്റന്നാളാക്കുന്നത്? ഇപ്പൊ തന്നെ എടുത്ത് പുറത്തേക്ക് പൊക്കോടെ നിനക്ക് നൊഹാര. ഹയ്യട മനമേ, അതങ്ങ് നിന്റെ മനസ്സിലിരുന്നാ മതി. ഹാരി നൊഹാര എന്ന ഈ ഒരു മത്സരാർത്ഥിയെ പ്രേക്ഷക വിധി അനുകൂലമായിട്ട് അവിടെ നിൽക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ പ്രേക്ഷകർ എന്നെ പുറത്താക്കണമെങ്കിൽ അപ്പൊ ഞാൻ പൊക്കോളാം. അല്ലാതെ പണപ്പെട്ടി എടുത്ത് എനിക്ക് പോട്ടെ ഒരു കാര്യമില്ല. കൊള്ള ചാക്കന്റെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ?